ഹലോ ദിസ് ഈസ് ഇതാണ് നമ്മുടെ ബസ് സിമുലേറ്ററിലെ ID. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബസ് ഉണ്ട്. ഞങ്ങൾക്ക് ഇഷ്ടമായിട്ടൊന്ന് കമൻറ്റിൽ പറ. അത്യാവശ്യം എനിക്ക് ഇഷ്ടമുള്ളൊരു ബസ്സാണ്. നമ്മളിത് കളിക്കാൻ പോകുന്നത് ടൂർ മോഡാണ്. നമ്മൾ കണ്ടിന്യൂ കൊടുക്കുന്നു. അപ്പോഴൊരു ഒരു ഏഡ് വന്നു. ഡെലിസ്റ്റ് പിടിച്ച് പൊട്ടിക്കാൻ തോന്നുന്നു. ഏഡ് വരുന്നു. ഇപ്പം കളി സ്റ്റാർട്ടാവും. എന്നിട്ട് നമ്മൾ കാണിച്ചു നമ്മൾ റേസ് പോലെ കളിക്കുന്നു. സ്പീഡിൽ ഇവിടെ വണ്ടിക്ക് വണ്ടി അടിക്കുന്നുണ്ടോ നോക്കുക. സ്പീഡിൽ ഇപ്പം കളി സ്റ്റാർട്ടാവും. ഇത് എൻ്റെ പുതിയ ചാനലാണ്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് കമൻറ്റ് എല്ലാം ചെയ്താൽ നമുക്ക് കുറച്ച് സന്തോഷമാവും. നമ്മളെ ബസ് എക്സ്പ്ലോഡിന്റെ വീരപുത്ര ബസ്സാണ്. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം ഏതാണ് കമൻറ്റ് ചെയ്യാം. എനിക്ക് ഫ്രീ ഫയർ ബസ് ഇന്തോനേഷ്യ ആണ് ഏറ്റവും ഇഷ്ടമുള്ള ഗെയിം. നിങ്ങൾക്കോ? എല്ലാവരും കമൻറ്റ് ചെയ്യൂ ഗൈസ്. ഈ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് അറിയുന്നവർക്കുള്ള ഷെയർ ചെയ്യണം. എൻ്റെ പേര് സഹല്. ഞാൻ പുതിയതായിട്ട് തുടങ്ങിയൊരു യൂട്യൂബ് ചാനലാണ്. അതുകൊണ്ട് ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കാതിരിക്കുക. അതും വിചാരിച്ചിട്ട് കമൻറ്റും ലൈക്കൊന്നും ചെയ്യാതിരിക്കരുത് പ്ലീസ്. നമ്മളെ വണ്ടിയിലേക്ക് ആളക്കയറ്റിൻ്റെ അടുത്തെത്തി. ആളക്കയറ്റും. ഞാൻ മലയാളിയാണ് ഗൈസ്. ആൾക്കാരെ ഒച്ചരം കേൾക്കുന്നതിന് അത് നിങ്ങൾ ശ്രദ്ധിക്കണേ. നമ്മളെ ഒച്ച മാത്രം ശ്രദ്ധിച്ചേ. സ്റ്റെയറിങ്ങിന് പുതിയൊന്നും കിട്ടുന്നുണ്ടല്ലോ. എനിക്ക് ഇത് ആദ്യത്തെ ചാനലല്ല. എൻ്റെ കുറേ ചാനൽ പൊട്ടി. അങ്ങനെ എൻ്റെ ഇത് മൂന്നാമത്തെ ചാനലാണ്. ഒന്നിൻ്റെ പേര് ഏഞ്ചൽ എഡിറ്റ്സ്, മറ്റൊന്നിൻ്റെ പേര് TFD ഫിഷ് ഫാം. അതിൻ്റെ അപ്പുറത്തെ പേര് ഇതാ പെനബാസ് ഗെയിമിങ്. ആ പെനബാസ് ഗെയിമിങ്ങിലാണ് ഞാൻ ഈ വീഡിയോയിൽ ഇടുന്നത്. ഒരുക്കിടിച്ച് ആ നല്ലൊരു വീഡിയോ ആയിരുന്നു. 95 ഗൈസ്. ബസ് കളിക്ക് നിങ്ങളെ ചങ്കൊക്കെ അയച്ചു കൊടുക്കണം ഈ വീഡിയോ. സാമാന്യമാണല്ലേ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ കളിക്കുന്നത്. ഇത് നല്ലൊരു ഗ്രാഫിക്സ് ഉള്ളൊരു ഗെയിമാണ്. നിങ്ങളെല്ലാവരും ഡ്രൈവർ കളിക്കാതെ ഈ നമ്മളെ ഫോണിൽ
കളിക്കാനല്ല സാധാരണ എല്ലാ ഫോണും കളിക്കാൻ നമ്മൾ ചെറിയൊരു ഫോണിലാണ് വീഡിയോ ഇടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്ക്രീൻ റെക്കോർഡറിലാണ് വീഡിയോ. അതുകൊണ്ട് ചെറിയൊരു പോരായ്മകളൊക്കെ ഉണ്ട്. നമുക്ക് പുതിയ ഞാൻ ഈ ചാനലിൽ 10-12 ഏതൊരു നോക്കിയിട്ടൊരു കമ്പ്യൂട്ടറും ഒരു ക്യാമറ മേടിക്കും. നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമ്മളെ പറപ്പിച്ച് വിടാൻ പോകാം. നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ പോക്കാണ്. ഇതിലുള്ള നമ്മൾ ഉത്തരവാദികളാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഇതും കൂടി കൊണ്ടുവരണം. വേറെ ആളെ വണ്ടി വെച്ച് നമുക്ക് പോകണം. ഇത് സെറ്റായിരിക്കും. എനിക്ക് എത്ര വയസ്സാണെന്ന് ചോദിച്ചാൽ 9 വയസ്സാണ് ഗൈസ്. ഒരു ചെറിയ വയസ്സിലൊക്കെ യൂട്യൂബിനോടാവും താല്പര്യം. ഞാൻ മാപ്പ് മാറി ഗൈസ്. അടുത്തൊരു ഏടി വരും. Thanks. How much? 200, but please make it quick. Sure. So I guess I'm just decoration now? ഫ്രീ ഫയറും കളിക്കലുണ്ട് അത്യാവശ്യം. ഫ്രീ ഫയറിലെ നോവാണ്. ഫ്രീ ഫയറിൽ കളി കണ്ടതല്ലേ. നമ്മള് ഫ്രീ ഫയറിനെ കുറിച്ചൊരു വീഡിയോ ഇട്ടിന്. അതിൽ തന്നെ ഗിൽഡിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ UID എല്ലാം അതിൻ്റെ തന്നെയുണ്ട്. നിങ്ങൾ ആ ഗിൽഡിൽ കയറുക. എനിക്ക് വളരെ സന്തോഷമാകും. ഇത് നമ്മൾ പാസഞ്ചറിനെ അവിടെ ആക്കാൻ പോക്കാണ്. ഇതേതാ മേഖലയില്ലേ ഇപ്പം അമ്മാൻ്റെ ഓടിക്കുന്നത്. അത്യാവശ്യം പോയിട്ട് ഓടിക്കുന്നുണ്ട്. അതിനേക്കാട്ടി കൊടുത്ത് പോയിരുന്നു. വളവിട്ടില്ല. മേക്കായിട്ടൊന്നും തിരിയുന്നില്ല. വേറെ അതിൻ്റെ ആമാനൊരു കോമ്പൊക്കെ ഉണ്ട്. പക്ഷെ അതിന് ചെറിയൊരു ഹാങ് ഉള്ളതുകൊണ്ട് അതിന് അതിനൊരു ബസ് അങ്ങനെ കളിക്കുന്നതുകൊണ്ട് അതിനേക്കാട്ടി നല്ലൊരു ബസ്സുകളുണ്ട്. കളിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ബസ് ഏതാണെന്ന് കമൻറ്റിൽ പറയുക. നമ്മൾ ഇവിടെ താങ്കുബാൻ പറാഹുലെത്തി. നമ്മൾ ഇന്തോനേഷ്യ തന്നെയുണ്ട്. ഒരു ജില്ല മാറ്റമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം പറയാൻ മറന്നത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ നിൽക്കുന്നത് ഇന്തോനേഷ്യയിലാണ് ഗൈസ്. എൻ്റെ ആമാൻ്റെ മോൻ്റെ പേര് അർഷദാണ്. ഇന്നലെ നല്ല ഈ ബസ് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ഇത് ഞാൻ ഈ ചോട്ട വണ്ടിക്കൊന്ന് നോക്കിയിട്ട് ഓടിക്കാൻ കഴിയും. ഇത്രയുള്ള ബസ് വരുന്ന ചോട്ട വണ്ടി അത് കൂടാണ്ട് ആൾക്കുന്നുണ്ട്. ഇനി ഞാനാ ഓടിക്കാൻ പോകുന്നത്. നിങ്ങൾ പറയണോ ആരോടിക്കുന്ന ഏറ്റവും നല്ലത്? ഇപ്പോൾ ആമാൻ്റെ ഒരു ചെറിയ മോനെ ഓടിച്ചു. ഓനക്കൊരു 5 വയസ്സേ ഉള്ളൂ. ഞാൻ ഓനെക്കാട്ടിൻ്റെ എക്സ്ട്രാ മനസ്സിലാക്കുന്നു. അടുത്ത മാച്ച് ആമാൻ്റെ മോനെ ഓടിക്കുന്നതായി. പറച്ചിലായിട്ട് വിചാരിച്ചു പ്രോബ്ലം എനിക്കല്ലോ കൊടുത്തു. ഇപ്പോൾ മൂത്ത ഓനെ ഓടിക്കും. നമ്മളെ ഫോണ് സാംസങ് ഗാലക്സി A06 ആണ്. ഭയങ്കര ഹാങ്ങാണ്. ആ ഹാങ്ങിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ഓരോ കണ്ടന്റ് ഇടുന്നത്. നിങ്ങൾ
കാണാണ്ട് പോയാൽ നമുക്ക് വളരെ സങ്കടമാകും. പിന്നെ നമ്മളെ വണ്ടിയിലാണ് നല്ല കാലാവസ്ഥയാണ് ഗൈസ്. ബസ്സൊക്കെ തിളങ്ങുന്നു കിട്ടപ്പ. പക്ഷെ ചെറിയ സ്ഥലത്ത് ഇടിവും ചതവല്ലേ ഉണ്ട്. നമുക്ക് ഈ വണ്ടി ഒരിക്കൽ കഴുകാൻ പോവാം. നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകാം ഗൈസ്. നമുക്ക് പിന്നെ ഇത് കഴുകുകയും ചെയ്യണം. പക്ഷെ നമ്മളെ പൈസ ഇല്ല. നമ്മൾ ഏഡ് കണ്ടിട്ടാണെങ്കിൽ നമ്മൾ വണ്ടി വൃത്തിയാക്കും. ഇത് മൂത്തവനെ ഓടിക്കാൻ പോണേ. സമയത്ത് ചെമ്പരത്തി എന്നുള്ള ആ ഒരു പാട്ട് പിന്നെ നല്ല രസമായിരിക്കും. ഇപ്പം നമ്മൾ സ്ഥലം എത്തി. ഇനി ആൾക്കാരെല്ലാം ഇറക്കട്ട് ഇത് സ്കിപ്പ് അടിച്ചിടുക ഗൈസ്. ഇവരെ ഒന്നും കൂടി കയറ്റി നമ്മൾ തിരിക്കണം. നമുക്കധികം കാത്തിട്ടാണെന്ന് ചെയ്യുക. ഇവരാണെന്ന് കറങ്ങി കളിക്കല. അതുകൊണ്ട് നമ്മൾ പിന്നെയും എക്സിറ്റ് ഡ്രൈവർ കൊടുക്കുന്നില്ല. പിന്നെയും കണ്ടിന്യൂ എക്സിറ്റ് ഡ്രൈവർ കൊടുത്ത് നമ്മൾ വിചാരിച്ച് എക്സിറ്റ് ഡ്രൈവർ കൊടുക്കണം. നമ്മൾ ഇനി കണ്ടിന്യൂ പിന്നെയും കൊടുത്ത് അവരെ കയറ്റാം. ഇപ്പോൾ കുറേ സമയം അവിടെ നിന്ന് നമ്മൾ സമയം പോകുന്ന മനസ്സിലാവില്ല. ഈ വീഡിയോ നമ്മൾ ലോങ് ആക്കാൻ വിചാരിക്കും. അത് വേഗം എന്നിട്ട് നമ്മൾ കുറച്ചും കൂടി സബ്സ്ക്രൈബേഴ്സായ ഒരു 300 RPൻ്റെ ബസ് മറ്റേ ബസ് എടുക്കും 2 ഇത് നല്ല മോഡിഫിക്കേഷൻ നമ്മൾ കളത്തിൽ ഇറക്കും. കാണുന്നത് നമ്മുടെ എന്നിട്ട് വയനാട്ടിലെ സ്ഥിരം പോലെ തന്നെയുണ്ട്. മൈസൂരിലൊക്കെ നിങ്ങൾ ഏത് ജില്ലയിലാണ് നിൽക്കുന്നതെന്ന് കമൻറ്റ് പറയണേ. ആമാൻ്റെ മോൻ്റെ ഉപ്പ ഡ്രൈവറായത് നമുക്ക് അതേ കഴിവും കിട്ടിയിട്ടുണ്ട്. കാക്കാൻ്റെ ഇവനക്കൊരു ഇക്കാക്കുണ്ട്. അവൻ്റെ പേര് ആദിൽ. അവനൊരു ചെറിയൊരു ഗെയിമറാണ്. സൈഡിൽ പേര് മിസ്സാക്കണ്ട. നിങ്ങളേതാ ജില്ലയെന്ന് കമൻറ്റ് ചെയ്യണം. നേരത്തെ പറഞ്ഞത് നിങ്ങൾക്ക് അധികം മനസ്സിലാവില്ല. വിശദീകരിച്ച് പറഞ്ഞു. ഞാൻ കണ്ണൂർക്കാരനാണ്. കണ്ണൂരിലേക്ക് മലപ്പട്ടം എന്ന സ്ഥലത്താണ് ഇനി ഞാൻ ഓടിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ ഓനെ ഒന്ന് പിടിച്ച് വാങ്ങിയതുകൊണ്ട് ചെറിയൊരു വിഷമമായ ചെറിയൊരു ഇത് നോക്കി നിങ്ങൾ നേരെ പോസ്റ്റിലോട്ട് പോയി ഇടിച്ചു. ഇടിച്ചാലൊന്നും കൂട്ടില്ല. എന്നാൽ ഭയങ്കര നല്ലതായിട്ട് പോയി. ചൊല്ലിങ്ങനെ മറ നോക്കി കുട്ടിക്കാൻ അരെ ഭായ് വൈമാറിപ്പോയി. വണ്ടിയെല്ലാം വന്ന മൂന്ന് ഇടക്കൊരാണ്. ഇനിയിപ്പോൾ 80 ഉണ്ടാകേണ്ടതാണ്. ഇതിപ്പോൾ മൈസൂരിൽ പോലെ ചുരം പോലുണ്ട്. ഇന്തോനേഷ്യയിൽ ഏതാ ശരിക്കും ഇന്തോനേഷ്യയിൽ പോകണം. നിങ്ങൾക്ക് ബേക്കിൽ കാണുന്ന ഒരു ആക്ടറിനെ മനസ്സിലായത് കമൻറ്റ് ചെയ്യുക. ആ ലോറിയില്ലേ ബേക്കിൽ അമ്മ വണ്ടീൻ്റെ
സ്റ്റിക്കറിലുള്ള ലോറിന്റെ പേരെന്നാ. ഇനി നമ്മളെ Thanks. How much? ചോട്ടാമാന്റെ 200, but please make it quick. Sure. ഇപ്പൊ മൂത്തിരുത്തിട്ടുണ്ട്. ആരാളെ പിറുവിറുക്കുന്നേ? നമുക്ക് ഇപ്പൊ നമ്മളെ റോഡ് ടു 100 സബ്സ്ക്രൈബറാണ്. നിങ്ങളെല്ലാവരും 100 സബ്സ്ക്രൈബേഴ്സ് ആക്കും. അത് കഴിഞ്ഞ പോലെ എപ്പോഴും വീഡിയോ ഇടാൻ നോക്കാം. നമ്മളിപ്പോ പൈസ ഒന്നിനേക്കാളും കുറവാണ്. 839 പക്ഷേ അത് ഒന്നിനേക്കാളും കുറവാണ്. കുറച്ച് ഇങ്ങനെ പോകണം. ആ ലോറിപ്പോ തിരിച്ചുകൊണ്ട് ആ മോനോട് ആ ചെക്കനോട് ഇപ്പൊ തിരിച്ച് വിളിക്കലാണ്. നമ്മൾ ഇന്തോനേഷ്യ ആണോ നല്ല റസീലെ. അപ്പം ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഗായ്സ്.